സിനിമ ആത്യന്തികമായിട്ട് സംവിധായകന്റെ കലയാണ്, അതിന്റെ നട്ടില് സ്ക്രിപ്റ്റാണ് എന്നൊക്കെ പറയല്ലോ. ബാലൻ ഇതിൽ കലയും ഉണ്ട്, നട്ടിലും ഉണ്ട്. നമ്മൾ ചട്ടിച്ചോറൊക്കെ ചിലർ തിന്നുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ മുകളിൽ വെച്ചിട്ടുള്ള എല്ലാ ചോറും ഒരുമിച്ച് കൂട്ടി കുഴച്ചിട്ട് അങ്ങോട്ട് തിന്നും. അതുപോലെയാണ്, ഒന്നും കളയാനില്ല, മൊത്തമായിട്ട് അങ്ങോട്ട് വിഴുങ്ങാം. സിനിമ ഒരു മേഖലയിലും നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല. നമ്മൾ പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പടത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വീണ് പോവും, പടം കഴിയുന്നത് വരെ. അതിന് അങ്ങനെ 101% ഇന്നായിട്ടുള്ള ഒരു പ്രേക്ഷകനായി എന്നെ വലിച്ച് ചവിട്ടി പുറത്തിട്ട പോലത്തെ ഒരു ഡയലോഗ് ഉണ്ട് ഇതില്. എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇതിൽ, ഇരിഞ്ഞാലക്കുടയിൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഉണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതിന് എന്നെ ആരോ സിനിമയിൽ നിന്ന് ചവിട്ടി പുറത്തിട്ടപ്പോഴൊരു ഫീല് തോന്നും. ചിദംബരം സാർ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എല്ലാ രീതിയിലും നമുക്ക് ആത്മസംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് ഷൈജു ഖാലിദ്. ഇരുട്ടത്ത് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇരുട്ടത്ത് തന്നെയാണ് എടുത്തേക്കണേ. എങ്ങനെയാണ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കണേ. എഡിറ്റിങ്, കാസ്റ്റിങ്, മ്യൂസിക്, എൻ്റെ പൊന്നു, നമുക്ക് എന്താ പറയാ, ഭീകരം. ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ 100 മാർക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 99.25 കൊടുക്കും. അത് എൻ്റെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കൂടുതലും കോമഡി, ഫീൽ ഗുഡ്, മാസ് പടങ്ങളാണ് അങ്ങ് ഹിറ്റടിച്ച് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കോടികൾ വരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷേ ഒരു സിനിമ കണ്ടതിൻ്റെ പേരിൽ നമുക്കൊരു നിരാശയോ ഒരു വിഷമോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സിനിമയാണ്. പെർഫോമൻസ് വൈസ് ടോവിനോ, എൻ്റെ പൊന്നും, എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കണേ. ഒരു പൊട്ട വയറൊക്കെ ആയിട്ട് വന്നിട്ട് അഭിനയിച്ചങ്ങോട്ട് തകർക്കുവാണ്, മനസ്സിലായോ? പിന്നെ ഇതില് ബാലനായിട്ട് അഭിനയിച്ച് 2 പ്രായത്തിൽ കാണിക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരേ അമ്മയ്ക്ക് പറ്റിയ ആൾക്കാരാന്നേ തോന്നുള്ളൂ. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫർസാന പാലത്തിങ്കൽ, യു സിംപ്ലി റോക്സ്. അടിപൊളി. മറ്റ് അഭിനേതാക്കള് ജീൻ പോൾ ലാല്, ഗിരീഷ്, പിന്നെ കുറച്ച് പോലീസുകാര്, പിന്നെ ഇവരെ താമസിക്കുന്ന വീട്ടിലെ അമ്മമ്മ, ഫസ്റ്റ് കാണിക്കുന്ന ഒരു ചായക്കടക്കാരൻ. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നായി എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയത്. കണ്ടു നോക്ക്, എന്തായാലും ഇഷ്ടം. ഷൈജു ഖാലിദ്, DOP, സ്ക്രിപ്റ്റ് റൈറ്റർ ജിത്തു മാധവൻ, എഡിറ്റർ, സൗണ്ട് ഡിസൈനിങ്, മ്യൂസിക്, ഈ മേഖലകളിലൊക്കെ നമുക്ക് ഒരു ഇടതരാത്ത രീതിയിൽ, കുറ്റം പറയാൻ ഇടതരാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്തായാലും സിനിമാ ആസ്വാദകർ മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമയാണ് ബാലൻ.